കൊന്നിച്ചിവ ജപ്പാൻ ഡയറീസ് ബൈ ചിയാൻജായുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡാൽഗോണ കോഫി. അപ്പൊ ഞങ്ങള് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം അങ്ങനെ എല്ലാത്തിലും ഇപ്പം താരം ഈ ഡാൽഗോണ കോഫിയാണ്. അപ്പൊ ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോ 3 ഇൻഗ്രീഡിയൻസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡാൽഗോണ കോഫി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് 2 സ്പൂൺ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:1 ആണ്. അതായത് ഇപ്പോൾ നമ്മൾ 2 സ്പൂൺ ബ്രൂ ഇൻസ്റ്റൻറ്റ് എടുത്തെങ്കിൽ പിന്നെ 2 സ്പൂൺ ഷുഗർ, പിന്നെ 2 സ്പൂൺ ഹോട്ട് വാട്ടർ, അങ്ങനെയാണ് എടുക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പം ഇൻസ്റ്റൻറ്റ് കോഫി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ എടുക്കാം. അത് 2 സ്പൂൺ ഇതുപോലെയാണ്. സെയിം അളവിലുള്ള ഷുഗർ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വേണ്ടത് ഇതേ സെയിം അളവിൽ തന്നെ ചൂടുവെള്ളമാണ്. അപ്പം നമ്മൾ ഓൾറെഡി വെള്ളം ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം 2 സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നന്നായിട്ട് ഒരു 3-4 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറി വരുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ കൈ വേണിക്കുന്നതിന് കുറച്ചൊരു അനുവായിട്ട് മിക്സ് ചെയ്യുമോ? ഞാൻ ചെയ്യാം. എനിക്കിഷ്ടമായി. ഞാൻ വീട്ടിൽ കൊള്ളാല്ലേ? ഇനി പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി അതെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ഒരു 3/4 കപ്പ് തിളപ്പിച്ച് വെച്ച പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഡാൽഗോണ കോഫിയുടെ രസക്കൂട്ട് ചേർക്കാം. ഓക്കെ, നമുക്കിത് ഫിനിഷ് ചെയ്യാൻ അനുവേട്ടനായി കൊടുക്കാം. അനുവേട്ട് ഇത് ഫിനിഷ് ചെയ്തോളൂ. അനുവേട്ടനെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പോവാണ്. എന്തായിരുന്നേ? ബ്രൂ കോഫി. അപ്പൊ അനുവേട്ട ഇവിടെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഇളക്കാൻ പോവാ. ഇത് നമുക്കിങ്ങനെ പയ്യെ പയ്യെ നല്ലൊരു മണം വരുന്നുണ്ട്. പാലിന്റെ ആ ഒരു കളറൊക്കെ തന്നെ മാറി. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം. നല്ല സാധാരണ ബ്രൂ കോഫി കുടിക്കുന്ന പോലെ തന്നെ ഉണ്ട്.
മുകളിലുള്ള ആ ഒരു ക്രീമി ലെയറിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ഈസി ആൻഡ് സിമ്പിളാണ് ഈ ദൽഗോണ കോഫി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ഞങ്ങളുടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. ക്യാമറമാൻ വീണ്ടും ക്യാമറയുടെ ബാക്കിൽ തന്നെ പോയി. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.